കേരളത്തിൽ ലഭിക്കേണ്ട കാര്യങ്ങൾ കേരളത്തിൻ്റെതായ മാത്രമുള്ള വലിയ വാദമൊന്നും ഉന്നയിക്കുന്ന പ്രാദേശികവാദം ഉന്നയിക്കുന്ന ഒരു സംസ്ഥാനമല്ല ഇന്നത്തെ ജനങ്ങൾ ചിന്തിക്കുന്നവരല്ല. ഇപ്പൊ ബീഹാർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ഇപ്പോൾ വാർത്ത വരുന്നുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ഡൽഹി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിനൊക്കെ ചില പൊളിറ്റിക്കലായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതെല്ലാം ചെയ്യുമ്പോൾ വയനാട് പോലൊരു സംഭവത്തിന് ഒരു പ്രത്യേക പരിഗണന, വിഴിഞ്ഞം പോലൊരു ഇന്ത്യക്ക് ആകെയുള്ള ഒരു പ്രത്യേകമായ ഒരു പരിഗണന, പൊതുവെ സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്, പ്രതിഷേധകരമാണ്. അത് അവരത് കാര്യത്തിനകത്ത് കുറ്റമുണ്ടാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് പൊതുവായ സ്ഥിതി കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ ബഡ്ജറ്റ് പൊതുവിലുള്ള ഒരു സമീപനം നോക്കുമ്പോൾ വാസ്തവത്തിൽ കേരളത്തോട് അവരെടുക്കേണ്ട സമീപനം കുറേയേറെ കാര്യങ്ങളിൽ വിശദമായ കണക്കുകളുണ്ട്. കേരളത്തെ പറ്റി ഏത് റിപ്പോർട്ട് പറയുമ്പോഴും നല്ല കാര്യങ്ങളല്ലാതെ പറയാൻ പറ്റുന്നില്ല. ഇന്നലെ എക്കണോമിക് സർവേ വന്നപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നല്ല സുസ്ഥിര വികസനത്തെ സംബന്ധിച്ചും മാലിന്യ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ചും ഭൂവിനിയോഗത്തെ സംബന്ധിച്ചുള്ള കണക്കുകളെല്ലാം ഇന്നത്തെ എക്കണോമിക് സർവേ കേരളത്തിലുണ്ട്. നമുക്കെല്ലാം അഭിമാനമുള്ള കാര്യമാണ്. പൊളിറ്റിക്കലായിട്ട് ഞങ്ങളുടെ മാത്രം ഗവൺമെന്റിന്റെ ഒന്നുമല്ല, എല്ലാവരുടെയും കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പൊതുവിലുള്ള നമ്മുടെ കണക്കുകൾ വളർച്ച സംബന്ധിച്ച് നോക്കുമ്പോഴും ഈ ഇപ്പോൾ വന്നേക്കുന്ന കണക്കനുസരിച്ച് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലാകെ രാജ്യത്താകെ ഉണ്ടായ സാമ്പത്തിക വളർച്ച പറ്റി നോക്കുമ്പോൾ ആ സാമ്പത്തിക വളർച്ചയുടെ ശതമാനത്തെക്കാളും അധികം തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വളർച്ച. ഇന്ത്യയുടെ ടേബിളുണ്ട്, അവർ തന്നെ പ്രസിദ്ധീകരിച്ച ടേബിൾ തന്നെയാണ്. നമുക്ക് ടേബിൾ 2 സെൻട്രൽ ഗ്രോത്ത് റേറ്റ്സ് അറ്റ് കറന്റ് പ്രൈസസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള നമ്മൾ കമ്പാരിസൺ എടുക്കാം. അതിനകത്ത് ഇന്ത്യയിൽ പല മേഖലയിലും സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച് വിചാരിച്ചത്ര മുന്നോട്ട് വരുന്നില്ല, ഒരു നിശ്ചലാവസ്ഥയുണ്ട്. കേരളത്തിനകത്ത് അതിനേക്കാൾ മോശമായിട്ടില്ല, അല്പം മെച്ചമാണ്. പെർസെൻറ്റേജ് നിലയിൽ തന്നെയാണ് നമ്മുടെ അവസ്ഥ.